അപ്പൊ ഇതെല്ലാം നമ്മുടെ ഹെയർ ഓയിലിന് ഉപയോഗിക്കുന്നതാണ്. അതിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്ക വരുന്നത്. നെല്ലിക്കയിൽ നമ്മൾ ആയുർവേദം പറയുമ്പോൾ തന്നെ പറയണതാണ് രസായന പ്രോപ്പർട്ടീസ്, അതായത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കൂടുതലുള്ള ഒരു ഡ്രഗ് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കയ്ക്ക് വേറൊരു ഗുണമാണ്, കണ്ണിനും കാഴ്ചയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ റിലേറ്റഡ്, അതുപോലെ തലവേദന, ഇതിനൊക്കെ നമുക്ക് ഈ നെല്ലിക്ക കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതും നമ്മുടെ ഓയിലിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്, ഇതൊക്കെ നെല്ലിക്കയുടെ പ്രോപ്പർട്ടീസ് വരുന്നതാണ്. ഡോക്ടർ ബാക്കി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പറേഷനിൽ കൽക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൽക്കോ എന്ന് പറയുമ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് നമ്മളൊരു വാട്ടർ മീഡിയം വെച്ചിട്ട് അതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കി കൽക്ക ഫോമിലാണ് നമ്മൾ ഹെയർ ഓയിലേക്ക് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ വെള്ളക്കുന്നി ഉപയോഗിക്കുന്നുണ്ട്, കച്ചോല ഉപയോഗിക്കുന്നുണ്ട്, ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് തലമുടിക്ക് കൂടുതൽ, തലയ്ക്കും തലയോട്ടിക്കും തലമുടിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതായ ഡ്രഗ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അഞ്ചനക്കല്ല് ഉപയോഗിക്കുന്നതിൽ കൂടെ മുടിക്ക് ബ്ലാക്ക് കളർ നിലനിർത്താനും സഹായിക്കും. അപ്പൊ ടോട്ടലി എത്ര ഇൻഗ്രീഡിയൻസ്? 20+ ഇൻഗ്രീഡിയൻസ് ഹെർബൽ ഓയിൽ യൂസ് ചെയ്യും. സോ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് മാത്രമല്ല ഇന്റേർണലിയും കൂടി എഫക്ട് ഉണ്ടാവുമോ? നമുക്ക് മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ഫുൾ ബോഡിക്കും നമ്മളൊരു റിലാക്സേഷൻ ആണ് ഈ ഓയിൽ കൂടെ.